താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത്? ജപ്പാൻ, ജർമ്മനി. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ? മൂഷക രാജവംശം, ആഴി രാജവംശം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ? കുമിങ്ടാങ് പാർട്ടി, ഫലാങ് പാർട്ടി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഉപഗ്രഹങ്ങളിൽ പെടുന്നവ? ബുധൻ, ശുക്രൻ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് അസ്തനോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതെല്ലാം? വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം, കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പി. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഇളമ്പാരിമല. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിയസ് എൻ. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എം.എസ്. സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ബി, സി എന്നിവ ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. എ, ബി, ഡി എന്നിവ തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതല അമേരിക്ക. അവശിഷ്ട അധികാരങ്ങൾ കാനഡ. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാൻ സൂകി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ജെ.എസ്. മിൽ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം. ജീവകം ബി12, ജീവകം ബി9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു.
താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഓപ്ഷൻ ബി ആണ്. IMI നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ്. ഫൈസി. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ പ്രയോഗിക്കപ്പെട്ട പവർ 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യ രേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം ഭൂമിയുടെ ആകൃതി. ആറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പിരീഡിലും ഗ്രൂപ്പിലും വരുന്നു? പിരീഡ് 4, ഗ്രൂപ്പ് 13. കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നിരിക്കുന്ന വരികൾ ഏതു കൃതിയിലേതാണ്? ആത്മോപദേശ ശതകം. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ. സാകേതം, ലങ്കാലക്ഷ്മി. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളത് മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകീദേവിയെ പ്രീതിപ്പെടുത്തുവാനുള്ള കളിയാണിത്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്കു നൽകിവരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. വിയോഗം, വിപരീതം, സംയോഗം. വിഗഹം, പര്യായപദം, പക്ഷി. ചേർത്തെഴുതുക. ദു പ്ലസ് ജനം, ദുർജനം. ശരിയായ ജോഡി. മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ, ഭൃത്യൻ. പിരിച്ചെഴുതുക. അവൻ, ആ പ്ലസ് അൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനം. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല്. നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇറ്റ്സ് ഓൺ പോട്ട് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഏതു സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിനു താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തിക്ക് ക്രിമിനൽ ഉത്തരവാദിത്വം ഇല്ലാത്തത്? ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ. IPC സെക്ഷൻ 370A, 376D. സെറ്റ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നു. A കാണുന്നു. A പേഴ്സ് എടുക്കുന്നു. സെറ്റിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്തു കുറ്റകൃത്യമാണ് A ചെയ്തിട്ടുള്ളത്? സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിനു താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറന്റ് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ? എന്നാൽ എൻക്വയറിയിലോ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപോ? FIR ഫയൽ ചെയ്യുവാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയുവാനുള്ള ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യുവാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചില്ലെന്ന സംശയത്തിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27ൻ്റെ പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്.
2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നവയിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത്. പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം അഴിമതി, സാന്മാർഗിക അധഃപതനം, പെരുമാറ്റദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമണം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരമോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? വിഷയം വായിക്കുന്നവരുടെയോ കാണുന്നവരുടെയോ കേൾക്കുന്നവരുടെയോ കാമാത്മകമായ താൽപര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരം. വിവരാവകാശ നിയമമനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ 5 ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്.